PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LP UP 2026-27 മിഷനിലെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. പിന്നീട് നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഒരു ചാപ്റ്റർ ഞാൻ എടുത്തിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പുതിയ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് മാറിയത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ട, പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാമെന്ന് ഓർത്ത് 5ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തും കിട്ടാനില്ല. സമഗ്രയിലൊന്നും ആ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കിട്ടാനേ ഇല്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ PDF ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള 5ാം ക്ലാസ്സിൻ്റെ PDF സെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയുവാണെങ്കിൽ എനിക്ക് അതിൻ്റെ PDF സെറ്റ് ഒന്ന് തരുവാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കാം. കുറേ അന്വേഷിച്ചു, പക്ഷേ എവിടെയും ഈ ഒരു PDF സെറ്റ്, പുതിയ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF സെറ്റ് കിട്ടാനില്ല. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു. അതുകൊണ്ടാണ് 1-2 ദിവസങ്ങൾ ക്ലാസ്സുകൾ വൈകിപ്പോയത്. അപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ 10ാം ക്ലാസ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു മിഷൻ നമ്മൾ തുടങ്ങി വെച്ചാൽ പൂർത്തീകരിക്കണമല്ലോ. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തു. ഇനി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് മൊത്തം നമ്മൾ ഒറ്റ ചാപ്റ്റർ ഒറ്റ സ്ട്രെയിനിലല്ല പഠിക്കുന്നത്, പല പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. എന്നാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി പോകാനും എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കയ്യിൽ ഒത്തിരി സമയമുണ്ട്. 2026-27 ഒരു മിഷനാണിത്. അപ്പോൾ ഒരുപാട് സമയമുള്ളതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് വ്യക്തമായി പഠിച്ചു പോവുക എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ലോകം 20ാം നൂറ്റാണ്ടിലുള്ള ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ വ്യവസായ വിപ്ലവം തുടക്കം കുറിച്ച രാജ്യം. അപ്പോൾ ഇവിടെ ഈ ഒരു രാജ്യത്ത് ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ട് ലോകം 20ാം നൂറ്റാണ്ട് ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പറയുന്നത് ലോകമഹായുദ്ധങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ലോകമഹായുദ്ധങ്ങൾ ഏതൊക്കെ ലോകമഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 1ാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം ഒക്കെ നടന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിന്ന് മെയിനായിട്ട് 1ാം ലോകമഹായുദ്ധത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 1ാം ലോകമഹായുദ്ധത്തിന് മുമ്പ് കുറച്ച് 1-2 പോയിന്റുകളൊന്നും അറിഞ്ഞിരിക്കണം. വ്യവസായ വിപ്ലവം തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഇംഗ്ലണ്ടാണ്. എന്നാൽ ഇംഗ്ലണ്ടിലാണ് എന്തെങ്കിലും വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് തുടക്കം കുറിക്കുന്നത്. ഇത് ക്രമേണ ഇംഗ്ലീഷിൽ നിന്നും യൂറോപ്പിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടി. അപ്പോൾ ഫാക്ടറികൾ എന്ത് ചെയ്തു? ഇവർ മൂലധന നിക്ഷേപം നടത്തി ഉൽപ്പാദനം കൂട്ടുകയുണ്ടായി. ഇത് അവരുടെ ലാഭത്തിന് വർധനമുണ്ടാക്കി. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം എന്നറിയപ്പെടുന്നത്. മുതലാളിത്തം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ കമ്പനികൾ നിയന്ത്രിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൻകിട വ്യവസായങ്ങളുടെ വരവും മൂലധന നിക്ഷേപത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. വൻകിട വ്യവസായങ്ങളൊക്കെ വരുന്നത് മൂലം വൻകിട വ്യവസായങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നടത്തും അല്ലേ. അപ്പോൾ മൂലധനത്തിൻ്റെ വർധനവൊക്കെ അവിടെ കൂടുതലുണ്ടായി. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടി തന്നെക്കാൾ കൂടുതൽ ഉൽപ്പാദനങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചിരുന്നു. അപ്പോൾ ആഭ്യന്തര ആവശ്യത്തിനേക്കാൾ വേണ്ടതിനേക്കാൾ കൂടുതൽ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചു. അവ വിറ്റഴിക്കുന്നത് ആഭ്യന്തര കമ്പോളം മാത്രം മതിയാകില്ലെന്നായിരുന്നു. ഇത് യൂറോപ്യൻ വ്യാവസായിക രാജ്യങ്ങളിൽ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. അപ്പോൾ എന്താണ്? ഉൽപ്പാദിപ്പിക്കുന്നത് തികയാതെ വന്നതോടുകൂടി എന്ത് ചെയ്തു? ഈ രാജ്യങ്ങൾ തമ്മിലൊരു മത്സരം ഉടലെടുത്തു. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ രാഷ്ട്രീയ അധികാരം, സൈനിക അതിശയം ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി. ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറി. ഈ പ്രക്രിയയാണ് കോളനി വൽക്കരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോളനി വൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ എന്തുണ്ടായിരുന്നു? കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ യൂറോപ്യന്മാർ രാഷ്ട്രാധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി. അപ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായ സാമ്പത്തിക പിൻബലം ഉണ്ടാവില്ലേ, അത് ഉപയോഗിച്ച് മറ്റുള്ള രാജ്യങ്ങൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യനിൽ ഒരു കോളനി ആയിട്ട് മാറുകയും അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രക്രിയയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? കോളനി വൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. മുതലാളിത്തത്തിൻ്റെ ഫലമായിട്ട് ചൂഷണത്തിനെതിരായിട്ട് സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയുണ്ടായി. ഈ തൊഴിലാളി സംഘടനകൾ നിരന്തര സമരങ്ങളും അതിലൂടെ തൊഴിലാളി നേടിയ വേതന വർധന മുതലാളിത്ത ലാഭത്തിന് കുറവുണ്ടാക്കി. അപ്പോൾ ഈ തൊഴിലാളികൾ സംഘടിച്ച് എന്ത് ചെയ്തു? വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തുകയുണ്ടായി. ഈ സമരങ്ങൾ നടത്തിലൂടെ ഈ തൊഴിലാളിമാർക്ക് വേതന വർധന ഉണ്ടായപ്പോൾ മുതലാളിമാരിൽ നിന്നാണല്ലോ ശമ്പളം തൊഴിലാളി കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ലാഭത്തിൽ നഷ്ടമുണ്ടാകാനും തുടങ്ങി.
യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായി കണ്ടിരുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കോളനികൾ എന്തായിരുന്നു? കമ്പോളങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിട്ടായിരുന്നു ഇവർ കണ്ടിരുന്നത്. പിൽക്കാലത്ത് കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി. അതിന് മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, തൊഴിലാളിയുടെ കുറഞ്ഞ കൂലി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരെ കോളനികളിൽ തന്നെ മെയിൻ കേന്ദ്രമാക്കുന്നതിന് കാരണമായി തീർന്നു. കോളനികളിലേക്കുള്ള മൂലധനം കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. ഒരു രാജ്യം മറ്റു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്തിൻ്റെ സവിശേഷതയാണ്. നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളുടെ സാമ്രാജ്യ ശക്തികൾ ചൂഷണത്തിൽ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തിരുന്നു? കോളനികൾക്ക് മൂലധനം കയറ്റുമതിയുടെ ഘട്ടത്തിൽ സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. കോളനികളിലേക്ക് മൂലധനം കയറ്റുമതിയുടെ ഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു രാജ്യം മറ്റു രാജ്യത്തിലേക്ക് സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ പേര് എന്ത് ചെയ്യുന്നു? ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധമാണ്. ഒന്നാം ലോക മഹായുദ്ധം സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു സാമ്രാജ്യ ശക്തികൾ ഉണ്ടായിരുന്നു. അവരെന്താണ് മെയിൻ കോളനികൾ പിടിച്ചെടുത്ത് അവർ കോളനികൾ പരിധിയിലാക്കിക്കൊണ്ട് ഭരണം നടത്തിയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? സാമ്രാജ്യ ശക്തി തമ്മിലുള്ള എന്ത് ചെയ്തിരുന്നു? തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവച്ചു. ഇതിന് വഴി തെളിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു കോളനികൾ ഇവർ പിടിച്ചെടുത്തു. കോളനികൾ പിടിച്ചെടുത്ത് ഓരോ രാജ്യങ്ങളും അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനും അതിൽ മേൽനോട്ടം വഹിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഈ കോളനികൾക്ക് വേണ്ടി പിന്നെ എന്ത് ചെയ്തു? ഈ രാജ്യങ്ങൾ തമ്മിൽ തല്ലാനായിട്ട് തുടങ്ങി. കാരണം കോളനികൾ വേണ്ടത്ത അസംസ്കൃത വസ്തുക്കളുണ്ടായിരുന്നു. കോളനികൾ ആളുകൾക്ക് കൂലി കുറവ് കൊടുത്താൽ മതിയായിരുന്നു. കോളനി ഉണ്ടാക്കി കോളനി തന്നെ വിറ്റഴിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല ഉറവിടം ഉണ്ടാകുമ്പോൾ ഈ കോളനികൾക്ക് വേണ്ടി സ്വാഭാവികമായിട്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഈ തർക്കങ്ങൾ പിന്നീട് എന്തിലേക്ക് വന്നു? യുദ്ധങ്ങളിലേക്ക് വരികയുണ്ടായി. ശത്രുക്കളും മിത്രങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ പിന്നീട് ത്രികക്ഷി സഖ്യമെന്നും ത്രികക്ഷി സൗഹാർദ്ദം എന്നും രണ്ടായിട്ട് വന്നു. ഇവരാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ത്രികക്ഷി സഖ്യവും മറ്റൊന്ന് ത്രികക്ഷി സൗഹാർദ്ദവുമായിരുന്നു. അപ്പോൾ ഏത് കാലഘട്ടങ്ങളിലാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്? 1914-18 ഘട്ടങ്ങളിലാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും തമ്മിൽ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ത്രികക്ഷി സഖ്യം ഏതൊക്കെയാണ്? ത്രികക്ഷി സഖ്യത്തിൽ വരുന്ന രാജ്യങ്ങൾ നോക്കിക്കേ. ജർമ്മനി, ഓസ്ട്രേലിയ, അതായത് ഈ ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി ഇന്ന് 3 രാജ്യങ്ങൾ എവിടെയാണ്? ത്രികക്ഷി സഖ്യത്തിലും. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അത് മാറി പോകരുത്. ഇത് പലതവണ പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ത്രികക്ഷി സഖ്യത്തിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏത്, അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ പെടുന്നത് ഏത്, പെടാത്ത എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കാം നമുക്കിത്? എന്താണ്? ത്രികക്ഷി സഖ്യം ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി എന്നിവ ത്രികക്ഷി സഖ്യവും ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ ത്രികക്ഷി സൗഹാർദ്ദത്തിലുമാണ് വരുന്നത്. ഇത്തരം സഖ്യങ്ങൾ രൂപീകരണം യൂറോപ്പിൽ യുദ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ വിനാശക്തികളായ പുതിയ ആയുധം നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണ് തീവ്ര ദേശീയത എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളുടെ അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെ കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. അപ്പോൾ ദേശീയത എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നു. എന്താണ് ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റു രാജ്യങ്ങളുടെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ മറ്റു രാജ്യങ്ങളുടെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളും കീഴടക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ദേശീയത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനവും പ്രതികാര പ്രസ്ഥാനം. എന്താണ് ഈ പാൻ ജർമ്മൻ പ്രസ്ഥാനവും പ്രതികാര പ്രസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത്? തീവ്ര ദേശീയത അധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത്. ഇനി ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പാൻ സ്ലാവ് പ്രസ്ഥാനമാണ്. എന്താണ് ഈ പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത്? കിഴക്കൻ യൂറോപ്പിലെ സെർബേരിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിച്ച പ്രസ്ഥാനമാണ്
പാൻ സ്ലാവ് പ്രസ്ഥാനം. പാൻ സ്ലാവ് പ്രസ്ഥാനം ആര് രൂപീകരിച്ചതാണ്? റഷ്യ രൂപീകരിച്ചാണ്. എന്തിനു വേണ്ടി? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനത്തെയാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗമാണ് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്നത്. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? പാൻ ജർമ്മൻ പ്രസ്ഥാനം. എന്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം? മധ്യ യൂറോപ്പിലെ ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ജർമ്മനി കണ്ടെത്തിയ മാർഗം. പാൻ സ്ലാവ് പ്രസ്ഥാനം ആരുടെ കണ്ടെത്തിയതായിരുന്നു? റഷ്യ ആണെങ്കിൽ പാൻ ജർമ്മൻ പ്രസ്ഥാനം ആര് കണ്ടെത്തിയതാണ്? ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനി കണ്ടെത്തിയ മാർഗമാണ് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്തായിരുന്നു? പ്രതികാര പ്രസ്ഥാനമായിരുന്നു. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും ആൾസൈസ് ലോറൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇതിനെ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും ആൾസൈസ് ലോറൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനത്തെയാണ് എന്ന് വിളിക്കുന്നത്? പ്രതികാര പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 പ്രസ്ഥാനങ്ങൾ മനസ്സിലായാലും ഏതൊക്കെയാണ്? പാൻ ജർമ്മൻ, പാൻ സ്ലാവ് പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? മൊറോക്കൻ പ്രതിസന്ധി, മാൾക്കം പ്രതിസന്ധി അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് 1-ാം ലോക മഹായുദ്ധത്തിൽ 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ കുറച്ച് ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കിയില്ലേ? എന്തൊക്കെയാണ് ഇപ്പോൾ തന്നെ പഠിച്ചു പോയിക്കേ. വ്യവസായ വിപ്ലവ തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. ഏത് നൂറ്റാണ്ടിൽ? 18-ാം നൂറ്റാണ്ടിൽ. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ കമ്പനി നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നത്? പറഞ്ഞേ. മുതലാളിത്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിൽ അറിയപ്പെടുന്നു? മുതലാളിത്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് സാമ്രാജ്യത്വം? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യത്തെയാണ് നമ്മൾ സാമ്രാജ്യത്വം എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് നോക്കി? 1-ാം ലോക മഹായുദ്ധം നോക്കി. 1914 മുതൽ 18 കാലഘട്ടങ്ങളിലാണ് 1-ാം ലോക മഹായുദ്ധം നടക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കം, കോളനികൾക്ക് വേണ്ടിയുള്ള സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള തർക്കത്തെയാണ് 1-ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തെളിച്ചത്. ഈ 1-ാം ലോക ഈ യുദ്ധം നടത്തിയത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? അല്ലെങ്കിൽ ഏതൊക്കെ 2 സഖ്യങ്ങളായിരുന്നു? ഏതൊക്കെയായിരുന്നത്? ഒന്ന് ത്രികക്ഷി സഖ്യവും മറ്റൊന്ന് ത്രികക്ഷി സൗഹാർദ്ദവുമായിരുന്നു. ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാണ് വരുന്നത്? ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി എന്നിവരായിരുന്നു ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത്. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയായിരുന്നു? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവരാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്ത് നോക്കി? തീവ്ര ദേശീയത നോക്കി. എന്താണ് തീവ്ര ദേശീയത എന്ന് പറയുന്നത്? മറ്റു രാജ്യങ്ങളുടെ അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളുടെയും കീഴടക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചിരുന്ന കോൺസെപ്റ്റ്. പിന്നെ ദൈവദേശ അധിഷ്ഠമായി രൂപീകരിക്കപ്പെട്ട 3 പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? പ്രതികാര പ്രസ്ഥാനം, പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം. എന്തായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിനായി റഷ്യയുടെ സഹായത്തോടെ നടപ്പിലാക്കിയതാണ് ഏത്? പാൻ സ്ലാവ് പ്രസ്ഥാനം. മറ്റൊന്ന് പാൻ ജർമ്മൻ പ്രസ്ഥാനമായിരുന്നു. എന്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം? മധ്യ യൂറോപ്പിലും ബാൾക്കൺ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്ന ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രതികാര പ്രസ്ഥാനം. എന്താ പ്രതികാര പ്രസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത്? 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും കൈവശപ്പെടുത്തിയ ആൾസൈസ് ലോറൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത്? പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എന്താ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു. 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട 3 പ്രസ്ഥാനങ്ങൾ, പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, അതുപോലെ പ്രതികാര പ്രസ്ഥാനം, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കിയത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ നോക്കാം? മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും നോക്കാം. മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.